ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ അർജുൻ്റെ മൃതദേഹം പുറത്തെടുത്തു. ഇന്ന് ആ മൃതശരീരം ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തു. എഴുപത്തിയൊന്ന് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം തർക്കിച്ചും നിലവിളിച്ചും നിയമപോരാട്ടം നടത്തിയുമൊക്കെ തൻ്റെ പ്രിയപ്പെട്ടവന് വേണ്ടി തൻ്റെ വണ്ടിയുടെ ഡ്രൈവറായ അർജുൻ്റെ മൃതശരീരമെങ്കിലും കുടുംബത്തിന് കൈമാറണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തിൻ്റെ മറവിൽ കഠിനാധ്വാനം ചെയ്ത മനാഫ് എന്ന മനുഷ്യത്വത്തിൻ്റെ പ്രതീകം ഈ സംഭവത്തോടു കൂടി പോവാൻ പറ്റാത്തതാണ്. അങ്ങനെ ഗംഗാവലിപ്പുഴയിലിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അവര്. ഞാൻ അപ്പോളേ പറഞ്ഞു ലോറിക്ക് അധികം പരിക്കുണ്ടാവില്ല, ക്യാബിന് അധികം പരിക്കുണ്ട, ചിന്നിച്ചിതറൂല. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഓന ആ ക്യാബിൻ്റെ ഉള്ളിലുണ്ടാവും. ഞാൻ പറഞ്ഞതാ. ഓണവും മറ്റുമൊക്കെയായി നമ്മൾ ആഘോഷത്തിലായപ്പോഴും സോഷ്യൽ മീഡിയയുടെ സുരക്ഷിത സ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ മനാഫിനെ തെറിവിളിക്കുമ്പോഴും വയനാട് വെലങ്ങാട് ദുരന്തങ്ങളൊക്കെ വന്ന് കേരളത്തിൻ്റെ ശ്രദ്ധ മാറിയപ്പോഴുമെല്ലാം ഇരവും പകലും വെയിലും മഴയും ഒക്കെ കൊണ്ട് തൻ്റെ അർജുന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു മനാഫ്. ഇത് എൻ്റെ ഒരു കടമയായിരുന്നു, ഞാൻ ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ എൻ്റെ ജോലിക്കാരന് എന്നെ വിശ്വസിച്ചിട്ട് കൊടും കാട്ടിലേക്കൊക്കെ മരം കയറ്റാൻ പോകുന്ന എൻ്റെ ജോലിക്കാരനാണ്. ആ ജോലിക്കാരനോട് ഞാൻ കാണിക്കേണ്ട ഒരു ചെറിയൊരു കടമ ഉണ്ട്. എൻ്റെ വീട് കഞ്ഞി കുടിച്ചു പോകണമെന്ന് ഓനെക്കൊണ്ടാണ്. ആ വാക്കുകളിൽ നിന്ന് വാക്കുകളോടൊപ്പം മുതിർന്നു വീഴുന്ന കണ്ണുനീർ നമ്മൾ കാണുന്നില്ലേ? അവർ തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ആഴമാണ് അത് കാണിക്കുന്നത്. മുതലാളി തൊഴിലാളി ബന്ധത്തിൻ്റെ സൗഹൃദത്തിൻ്റെ സർവോപരി മനുഷ്യത്വത്തിൻ്റെ അപാരമായ മാതൃകയാണ് മനാഫി എന്ന് നിസ്സംശയം പറയാം. മനാഫിൻ്റെ നിശ്ചയദാർഢ്യവും സഹാനുഭൂതിയും അചഞ്ചലമായ അർപ്പണബോധവും പ്രതിബദ്ധതയും എടുത്തു പറയത്തക്ക വിധമാണ്. അർജുൻ്റെ ശരീരമെങ്കിലും അവരുടെ കുടുംബത്തിന് വിട്ടുകൊടുക്കണമെന്നാഗ്രഹിച്ച് ഇത്രയും കാലം താമസമടക്കം ആ ദുരന്ത സ്ഥലത്തിന് സമീപത്തേക്ക് മാറ്റി മനാഫ് ചെയ്ത കഠിനാധ്വാനം ഏറെ എത്ര പറഞ്ഞു കഴിഞ്ഞാലും മതിയാക്കാൻ പറ്റാത്ത തരത്തിൽ വിപുലമാണ്.